ഇടുക്കിയിലെ പ്രബല ഗോത്ര സമൂഹമായ മന്നാന്മാരുടെ ഊരുകളിൽ കാലാവൂട്ട് മഹോത്സവം തുടങ്ങി. വിളവെടുപ്പ് സമയവും ഊരുകളിൽ നിന്നും മൺമറഞ്ഞ പിതൃക്കളോടുള്ള ആദരസൂചകവുമായാണ് കുടികളിൽ കൂത്തുപാട്ടുകൾ ഉയരുന്നത്. വനമേഖലകളിൽ ജീവിക്കുന്ന ആദിവാസി വിഭാഗമായ മന്നാന്മാരുടെ ഏറ്റവും വിശേഷപ്പെട്ട കലാരൂപമാണ് കൂത്ത. കാലാവൂട്ട് മഹോത്സവമായി ഇപ്പോഴും ഇവർ കൂത്തിനോടൊപ്പം കുടികളെ ആവേശഭരിതമാക്കുന്നു. കോവിലന്റെയും കണ്ണകിയുടെയും കഥയെ അടിസ്ഥാനമാക്കിയാണ് കൂത്തു നടത്തുന്നത്. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രചാരമുള്ള നാടൻ കലാരൂപങ്ങളോടും കഥകളിലെ ചില അവതരണ രീതിയോടും സാദൃശ്യമുള്ള ഒരു കലാരൂപമാണിത്. ഊരിൽ മരണമടഞ്ഞവരുടെ വീടുകളിലെത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടത്തിയ ശേഷമാണ് കൂത്താരംഭിക്കുന്നത്. ഇലത്താളം, തുകൽ കൊണ്ട് നിർമ്മിച്ച മത്വാളം എന്നീ വാദ്യോപകരണങ്ങളാണ് കൂത്തിന്റെ പിന്നണിയിൽ പാട്ടിനോടൊപ്പം മുഴങ്ങുക. കൂത്താരംഭിക്കുന്നതിന് മുമ്പേ തെയ്യം, കഥകളി എന്നിവയിലെ പോലെ കേളികൊട്ടൽ നടത്തുന്നു. ദൈവവന്ദനത്തോടെയാണ് കൂത്താരംഭിക്കുന്നത്. സ്ത്രീവേഷം കിട്ടുന്നതും ആണുങ്ങൾ തന്നെ. എല്ലാ വർഷവും ഇങ്ങനെ കാലാവൂട്ട് മഹോത്സവം നടത്താറുള്ളതാണ്. കാരണം ഞങ്ങൾ ഈ വിളവെടുപ്പിന് അനുബന്ധിച്ച് വിളവെടുപ്പ് കഴിയുമ്പോൾ ഞങ്ങൾ പണ്ട് മുതൽ ഞങ്ങളുടെ ആചാരപ്രകാരം നടത്തി വരാറുള്ള ചടങ്ങാണ് ഈ കാലാവൂട്ട് മഹോത്സവം. അത് ആദ്യം തുടങ്ങുന്നത് കഞ്ഞിക്കുഴി ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. അവിടെ നിന്ന് മാങ്കുളം ചെന്ന് ആ വഴി ഇതിലെ വന്ന് അവസാനം കുംഭമാസം ഫെബ്രുവരി മാസം 17-ാം തീയതിയാണ് ഇത് പര്യവസാനം കോഴിമലയിലാണ് അവസാനിപ്പിക്കുന്നത്. അവിടെയാണ് അവസാനത്തെ ഞങ്ങളുടെ ലാസ്റ്റത്തെ കാലാവൂട്ട് മഹോത്സവം അവസാനിക്കുന്നത്. കയ്യിൽ വളയും കാലിൽ ചിലങ്കയും അണിഞ്ഞ മുണ്ട് തെറ്റെടുത്ത് തോർത്ത് തലയിൽ കെട്ടും. കുലദേവതകളെ സ്മരിച്ചുകൊണ്ടുള്ള ആചാര പാട്ടുപാടുന്നു. കോവിലൻ പാട്ടുപാടി കളി തുടങ്ങുന്നു. അനുഷ്ഠാന നിഷ്ഠയോടുകൂടിയുള്ള കൂത്തിനിടയിൽ കന്നിയാട്ടം നടത്തുന്നു. സവിശേഷമായ ഒരു നൃത്തമാണിത്. തിങ്കൾക്കാട് ആദിവാസി ഗ്രാമത്തിലേക്ക് ജില്ലയിലെ വിവിധ കുടികളിലുള്ളവർ കൂത്തിൽ പങ്കെടുക്കുന്നതിനായി സായാഹ്നത്തോടെ എത്തിയിരുന്നു. പാരമ്പര്യ നിഷ്ഠയോടെ ഒരു രാത്രി മുഴുവൻ നീളുന്ന പരിപാടികൾ കൂത്തിന്റെ ഭാഗമായി നടന്നു.